ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് സെലക്ടഡ് കമന്റ്സ് ഇൻ 2024. ദേവ് എന്തിനാ ഇടയ്ക്കിടയ്ക്ക് കുളിക്കുന്നേ? താൻ കുളിച്ചില്ലെങ്കിലും സുന്ദരിയാണ്, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. ഇങ്ങനത്തെ കമന്റ്സ് ഒന്നും നിങ്ങൾ ഒരിക്കലും ഇടരുത്. വളരെ ഭയങ്കര ഒരിക്കലും ഇടാൻ പാടില്ല. അല്ലാതെ തന്നെ ദേവന് കുളിക്കാൻ ഭയങ്കര മടിയാണ്. ഈ കമന്റ്സ് കണ്ടിട്ട് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ പറഞ്ഞു കുളിക്കണില്ല എന്ന് പറഞ്ഞു കാണും ദേവ്. അത് ഇവർ തല്ലിപ്പൊളിയാണ്. തല്ലിപ്പൊളി എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലതാണോ ഉദ്ദേശിച്ചത് അതോ മോശമാണോ ഉദ്ദേശിച്ചത്? ദേവ് കുറച്ച് പട്ടിഷോ ആണ്. സത്യം. എന്താ പറയാനുള്ളത് ഈ മോളെ? കുറച്ച് പൊട്ടിച്ചോളൂ. കുറച്ച് ഓവറാണ്. ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് സെലക്ടഡ് കമന്റ്സ് ഇൻ 2024. എന്നുവെച്ചാൽ 2024 ഞങ്ങൾ സെലക്ട് ചെയ്ത കുറച്ച് കമന്റ്സിന്റെ റിയാക്ഷൻ വീഡിയോ, അതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് വലിച്ചു നീട്ടാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ കമന്റ്സ് ഒക്കെ ഇവിടെ സെറ്റാക്കി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വായിക്കുന്ന കമന്റ്സ് അപ്പം നമ്മൾ സ്ക്രീനിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റത്തെ കമന്റ് സജീല എന്ന് പറഞ്ഞുള്ളൊരു, എന്ന് വെച്ചാൽ ചിലപ്പം അമ്മേടെ ഫോണിൽ നിന്നായിരിക്കും ഇത് കമന്റ് ഇട്ടുണ്ടാവുക. പേര് നോക്കണ്ട, കമന്റ് ഇട്ട് ചിലപ്പോൾ മക്കളായിരിക്കും. അതെ, ഈ കമന്റ് ചിലപ്പോൾ സജീലൊക്കെ കാണുമ്പോൾ അയ്യോ ഞാൻ ഇങ്ങനെ കമന്റ് ഇട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത്. കുട്ടികളായിരിക്കും പേര് വായിക്കാം, കാരണം അമ്മമാരുടെ പേര് അറിയാലോ. അപ്പോൾ ഫസ്റ്റത്തെ കമന്റ്, ദേവു വാല്യൂ എഡ്യൂക്കേഷൻ പഠിക്കുന്നുണ്ടല്ലോ, അപ്പം ഇസ്ലാമിക്കിലെ നബിമാരെ കുറിച്ച് പഠിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. പിന്നെ നബിമാരെ എല്ലാം ദേവുന് അറിയാം, പറഞ്ഞു കൊടുക്കുക. ഞാൻ വാല്യൂ എഡ്യൂക്കേഷൻ ആണ് പഠിക്കുന്നത്. അപ്പം ഇസ്ലാമിക്കിന്റെ കുട്ടികളെ ബുക്കില് ഞാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അതിൽ ഖുറാനെ പറ്റിയാണ് കൊടുത്തേക്കണത്. നബിമാരെ അറിയില്ല. ഞാൻ വാല്യൂ എഡ്യൂക്കേഷൻ ആണ് പഠിക്കുന്നത്. അല്ല, അത് ഇസ്ലാമിക് പഠിക്കുന്ന കുട്ടികൾ മറ്റേ അതെ മുസ്ലിം കുട്ടികളായിരിക്കുമല്ലോ ഇസ്ലാമിക് പഠിക്കുക. അപ്പം ബാക്കിയുള്ള കുട്ടികൾ വെറുതെ ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സബ്ജക്ട് ഇട്ടത്. ഞങ്ങൾക്ക് വാല്യൂ എഡ്യൂക്കേഷനിൽ ഇപ്പം ഒരു കുട്ടി വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടീനെ എങ്ങനെ പോയി സമാധാനം, മീൻസ് ഹ്യൂമാനിറ്റി കാര്യങ്ങള്, അങ്ങനത്തെ എങ്ങനെയാണ് ആൾക്കാരോട് പെരുമാറേണ്ടത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങനത്തെയൊക്കെയാണ് നല്ല കാര്യം. പക്ഷെ ദൈവം ആരും വീണ് പോയി രക്ഷിച്ച് ഞാൻ ദൂരെ കണ്ടിട്ടില്ല. അതെ, അതിനാണ് മാർക്ക്. എഴുതാൻ ദൈവം ഉഷാറാണ്, രക്ഷിച്ചില്ലെങ്കിലും അതെ ശരിക്കും അപ്പൊ പോയി പേപ്പർ എടുത്ത് എഴുതും ഇതിങ്ങനെ രക്ഷിക്കണം. ഒറിജിനലായിട്ട് ദൈവം രക്ഷിക്കൂല. നെക്സ്റ്റ് കമന്റ് ചൈത്രാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടി അയച്ചതാണ്. ഹായ് ദേവു, നിക്കിക്ക് കൊടുക്കുന്ന ഫുഡ് ഏതൊക്കെയാണ് എന്നൊന്ന് വീഡിയോയിൽ പറയാമോ? ചോറ് തന്നെയാണോ കൊടുക്കുന്നത്? രാവിലെ എന്താണ് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. നമ്മള് കഴിക്കുന്ന ചോറ് വെച്ചാൽ നമ്മൾ സാധാരണ പ്ലേറ്റിലിട്ട് കഴിക്കുന്ന അതേ ചോറ് തന്നെയാണ് നിക്കിക്കും കൊടുക്കല്. ഞങ്ങൾ വേസ്റ്റ് ഒന്നും നിക്കിക്ക് കൊടുക്കലില്ല, നമ്മൾ ഫ്രഷ് ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും അതിന്റെ എല്ല് കൊടുക്കാറില്ല, ചിക്കന്റെ കഷ്ണം മാത്രമേ കൊടുക്കാറുള്ളൂ. പിന്നെ മാത്രമല്ല നമ്മൾ രാവിലെ നിക്കിക്ക് ഒന്നും കൊടുക്കാറില്ല കേട്ടോ, ഫുഡ് കൊടുക്കാറില്ല. ഉച്ചയ്ക്കും രാത്രിയാണ് കൊടുക്കാറ്. അത് ചിലപ്പോൾ ഉച്ചയ്ക്ക് ഗ്രേവി ആണെങ്കിൽ രാത്രിയിൽ ചിക്കൻ ആയിരിക്കും കൊടുക്കുന്നത്. ഈ ഡോഗ് ഫുഡ്സിന്റെ ഗ്രേവി വാങ്ങാൻ കിട്ടും, ആ ഗ്രേവി ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ ചിക്കൻ കൊടുക്കും, ബീഫ് കൊടുക്കും, മീൻ കൊടുക്കും, അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും. ചില സമയങ്ങളിൽ തണ്ണിമത്തൻ കൊടുക്കും. ഞങ്ങൾ തണ്ണിമത്തൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചൂടായിരിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ച തണ്ണിമത്തൻ, അതായത് തണുത്ത തണ്ണിമത്തൻ കൊടുക്കും, ഭയങ്കര ഇഷ്ടമാണ്. വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഡോഗ്സിന് ഇഷ്ടമാണ്. എല്ലാവരും ഒന്നും കൊടുക്കാറുണ്ടാവില്ല ചിലപ്പം, അപ്പൊ ഞങ്ങൾ തണ്ണിമത്തനും കൊടുക്കാറുണ്ട്. ഒരു സമയത്ത് ഞങ്ങൾ തണ്ണിമത്തൻ നിന്ന് നിക്കിന്റെ പേര് മാറ്റി തണ്ണിമത്തൻ നിക്കിന്ന് വരാക്കിയായിരുന്നു. എനിക്ക് രാവിലെ ഉച്ചക്ക് വൈകുന്നേരം 3 നേരം തണ്ണിമത്തൻ. ചില സമയങ്ങളിൽ നിക്കി 2 ദിവസമൊക്കെ വെള്ളം കുടിക്കാറില്ല. അപ്പൊ ഈ വേനൽക്കൊക്കെ വെള്ളം കുടിക്കാഞ്ഞ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ തണ്ണിമത്തനാവുമ്പം നമ്മുടെ വിശപ്പും മാറും, വെള്ളവും കിട്ടും. അതുകൊണ്ടും കൂടിയാണ് തണ്ണിമത്തൻ കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ചില ദിവസങ്ങളിൽ ഫുഡ് കഴിക്കാതിരിക്കും. വയറിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഫുഡ് കഴിക്കില്ല. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിലും തണ്ണിമത്തൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇത് ശരിയാവും. പിറ്റേ ദിവസം ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട്. പിന്നെ അത് പെട്ടെന്ന് നമുക്ക് അറിയാം. എനിക്ക് നേരെ ഓടിപ്പോയിട്ട് എവിടെയെങ്കിലും പറമ്പിൽ പുല്ല് കടിച്ച് തിന്നും.
അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ ദഹന പ്രശ്നം ഉണ്ടെന്ന്. അപ്പോൾ അത് അവരുടെ മെഡിസിനാണ്. അപ്പോൾ അതങ്ങനെ കഴിക്കാറുണ്ട്. നാളെ ദിയമോള് ഇതേമാതിരി ദഹന പ്രശ്നം ഉണ്ടായപ്പോൾ പുല്ല് പോയി തിന്നു. അത് പിന്നെ എന്തിനാ തിന്നേ പുല്ല്? ഞാൻ കണ്ടായിരുന്നു ഒരു പുല്ലിങ്ങനെ പഠിച്ച് തിന്നുണ്ട്. ദഹന പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു. നമുക്ക് നെക്സ്റ്റ് കമന്റ് നോക്കാം. നെക്സ്റ്റ് കമന്റ് അയച്ചിരിക്കുന്നത് നന്ദേഷ് നനി. ദേവ് എന്തിനാ ഇടയ്ക്കിടയ്ക്ക് കുളിക്കുന്നേ? താൻ കുളിച്ചില്ലെങ്കിലും സുന്ദരിയാണ്, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. ഇങ്ങനത്തെ കമന്റ്സ് ഒന്നും നിങ്ങൾ ഒരിക്കലും ഇടരുത്. വളരെ ഭയങ്കര ഒരിക്കലും ഇടാൻ പാടില്ല. അല്ലാതെ തന്നെ ദേവന് കുളിക്കാൻ ഭയങ്കര മടിയാണ്. നീ കമന്റ്സ് കണ്ടിട്ട് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ പറഞ്ഞു ഞാൻ കുളിക്കണില്ല എന്ന് പറഞ്ഞു കളയും ദേവ്. ഞാൻ ഇപ്പൊ ഷൂട്ട് തുടങ്ങിയത് തൊട്ട് മുമ്പ് അവിടെ ഓടി പോയി സ്പ്രേ അടിക്കാൻ കുളിച്ചിട്ടില്ല, അവൻ മണക്കായിരിക്കാനാണ്. അപ്പൊ അതാണ് സംഗതി. അപ്പൊ അങ്ങനത്തെ കമന്റ്സ് നിങ്ങൾ ഇടരുത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് കമന്റ് സരസ്വതി എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ഇത് അയച്ചേക്കുന്നത്. അവൻ കമന്റ് ഇതാണ്: ദിയ ഭയങ്കര ഓവറാണ്. സത്യാണ്, ദിയ ഭയങ്കര ഓവറാണ്. ഞങ്ങൾക്ക് ഇത് പല വട്ടം ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ദിയ ഭയങ്കര ഓവറാണെന്നുള്ളത്. ഞങ്ങളത് പറയാറുണ്ട് ദിയ ഓവറാണെന്നുള്ളത്. ഇല്ലേ ദേവോ? എന്ത് ഓവറാണെന്നുള്ളത് കമന്റ്സിൽ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഞങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ കമന്റ് വായിച്ച് നമ്മളിത് പറഞ്ഞല്ലോ, നമ്മൾ ഈ കമന്റ് ഇതിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ദിയ ഓവറാണെന്ന് പറഞ്ഞപ്പോ അതേ പിന്നെ ദിയമോക്ക് നമുക്ക് നല്ലോണം വിഷമായി. ദിയമോള് സങ്കടപ്പെട്ടിരിക്കുന്നു കേട്ടോ. ഇനി ഞാൻ വ്ളോഗിൽ സംസാരിക്കില്ല, ഞാനൊന്നും പറയില്ല, അപ്പൊ ഞാൻ ഓവറാണെന്നാണ് പറയണതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 1000-ൽ ഒരാളെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ദിയമോൾ വിഷമിക്കണ്ട, ദിയമോൾ ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ദിയമോൾക്ക് 7 വയസ്സേ ആയിട്ടുള്ളൂ, അപ്പോൾ 7 വയസ്സാവുന്നേ ഉള്ളൂ. അപ്പോൾ അവളുടെ പ്രായത്തിനനുസരിച്ച് ഇപ്പൊ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഓവറായത്? അല്ലാണ്ട് ദിയമോള് കുറച്ച് ലേറ്റ് ആയിട്ടാണ് സംസാരമൊക്കെ തുടങ്ങിയത് തന്നെ. ഞാൻ സംസാരിച്ചില്ലെങ്കിൽ അതുകൊണ്ട് അങ്ങനെയൊക്കെ കമന്റ് വരുന്നോണ്ട് ഞങ്ങൾ ഇതൊന്നും മൈൻഡ് ചെയ്യണില്ല. ഇത് ഞങ്ങളെല്ലാവരുടെയും ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ ഞങ്ങൾ അതേമാതിരി തന്നെ ആയിരിക്കും. അതിപ്പോ നമ്മൾ വിചാരിച്ചാൽ പോലും മാറ്റാൻ പറ്റൂല. അതാണ് അതിന്റെ സത്യം. അഭിനയിക്കല്ലോ, നമ്മുടെ ജീവിത ഇതല്ലേ. അതാണ്. ഏതാണ് ജീവിതശൈലി? അപ്പൊ അതാണ് അത്. അതുകൊണ്ടാണ്. അപ്പൊ ഒന്നും വിചാരിക്കരുത്. ദിയമോൾ ഇങ്ങനെയാണ്. ഓക്കെ, നെക്സ്റ്റ് കമന്റ് നെഗറ്റീവ് പോസിറ്റീവ് എന്നാണോ അതിന്റെ പേര്? കമന്റ് ഇട്ട ആളെ പേര്. കമന്റ് എന്താന്ന് നമുക്ക് നോക്കാം. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ദേവ് സ്റ്റഡി വ്ലോഗ് ചെയ്യോ പ്ലീസ്, കുറെ ആയി ചോദിക്കുന്നു. അല്ല, അത് ദേവുവിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പഠിച്ചാലല്ലേ സ്റ്റഡി വ്ലോഗ് ചെയ്യാൻ പറ്റുള്ളൂ. ദേവുവിന്റെ സ്റ്റഡി വ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പറഞ്ഞ ആവേശം പോലെ ഫുൾ അടിയും ബഹളമായിരിക്കും സ്റ്റഡി വ്ലോഗ്. ഉണ്ണിമോള് വടി എടുക്കുന്നു, ഓടി വരുന്നു, ഇതാക്കുന്നു, ചവിട്ടി കട്ടിലിടുന്നു, അങ്ങനെ ഫുൾ ആക്ഷൻ സംഭവങ്ങളാണ് ദേവുവിന്റെ. അതുകൊണ്ടാണ് ദേവ് സ്റ്റഡി വ്ലോഗ് ചെയ്യാനുള്ളത്. അപ്പം നന്നായിട്ട് ദേവ് പഠിക്കാൻ തുടങ്ങുന്ന ഒരു കാലത്ത് ഞങ്ങൾ സ്റ്റഡി വ്ലോഗ് ചെയ്തിരിക്കും. ഒന്നുമില്ല, ഞാൻ രഹസ്യ ക്യാമറ വെച്ചെടുത്തിട്ട് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അറിയാം. അവര് വിചാരിക്കുന്നത് ദേവ് എങ്ങനെ പഠിക്കുന്നത് അറിഞ്ഞിട്ട് അതുപോലെ പഠിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഒരിക്കലും നിങ്ങളത് കാണാതിരിക്കണതാണ് നല്ലത്. നിങ്ങൾ ഇപ്പൊ പഠിക്കണ പഠിച്ചു പോയിക്കോ, അതാണ് നല്ലത്. അപ്പം നമുക്ക് നെക്സ്റ്റ് കമന്റ് നോക്കാം. സ്നേഹ KS ആണ് കമന്റ് ഇട്ടിരിക്കുന്നത്. അപ്പം കമന്റ് എന്താ വെച്ച് കഴിഞ്ഞാല്, നിക്കിയുടെ ഭാഗ്യമാണ് ഈ ഒരു ഫാമിലിയിൽ വരാൻ പറ്റിയത്. ഒരു പപ്പിക്കുട്ടി ആണേലും അതിന് കൊടുക്കുന്ന കെയറിങ്ങും സ്നേഹവും അത് ദൈവം അനുഗ്രഹിക്കും. വന്നതിലും ഞങ്ങളുടെ ഭാഗ്യമാണ്. ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ ഇഷ്ടം ദിയമോക്കാണ്. ദിയമോളുടെ ഇഷ്ടത്തിന് വാങ്ങിച്ചത് തന്നെ. ദിയമോളും ദേവും കൂടെ നമ്മളെ പുറകെ നടന്ന് അങ്ങനെ മേടിച്ചതാണ്. പക്ഷെ ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരാളാണ് ദീപി. അടുത്ത കമന്റ് ശൈല ബാബുരാജ്. എക്സാം മാർക്ക് വീഡിയോ ഇടണേ ചേച്ചി, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഏത് എക്സാം മാർക്കാണ്? ഫൈനൽ എക്സാമിന്റെ മാർക്ക് കിട്ടിയോ? ഫൈനൽ എക്സാമിന്റെ ഇത് മാത്രം വന്നു, ജയിച്ചു എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ, അല്ലാതെ റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഒരു ആപ്പ് വഴിയാണ് അത് അപ്ഡേറ്റ് ചെയ്യുന്നത്.
അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെ ആപ്പിൽ അപ്ഡേഷൻ കിട്ടിയിട്ടില്ല നേരിട്ട്. മറ്റേതൊക്കെ നമുക്ക് അറിയാം. അപ്പം കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങൾ ഇടാം എന്ന് ഉറപ്പ് പറയുന്നില്ല. ദേവ് സമ്മതിക്കണേ ഞങ്ങൾ ഇടാം. അതെ. ഓക്കെ, നെക്സ്റ്റ് സാബിറ കമന്റ് ഇട്ടേക്കുന്നത് ദിയമോൾ ഇത് ഗെയിം കഴിഞ്ഞ് തോറ്റത് കൊണ്ട് മിണ്ടാതെ പോയി കട്ടിലിൽ കിടന്നല്ലോ, എപ്പോഴും അങ്ങനെയാണല്ലോ. അതിന് ഗെയിം കഴിയണമെന്നൊന്നുമില്ല. ദിയമോൾ എന്തുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞാൽ തെറ്റി പോയി കട്ടിലുണ്ടെങ്കിൽ അവിടെ പോയി കിടക്കും, അല്ലെങ്കിൽ എവിടെ പോയി തിരിഞ്ഞിരിക്കും, സോഫയിൽ പോയിരിക്കും. അതാണ് ദിയമോൾ. അതാണ് നമുക്ക് എന്തായാലും പറയാനില്ല. എന്തിനാണ് ദിയമോൾ അങ്ങനെ പോയിരിക്കുന്നത്? നമുക്ക് മൈക്ക് കൊടുക്ക്. ഞാൻ ഗെയിമും ചാലഞ്ചും ഒക്കെ കളിക്കുമ്പോൾ ഞാൻ തോക്കുമ്പോൾ എനിക്ക് വിഷമം വരും. അപ്പോൾ ഞാൻ കളിച്ചു വരുമ്പോൾ ഞാൻ സോഫയിലോ ബെഡിലോ പോയി കിടക്കും. എന്നിട്ട് ഞാൻ കരയും. ഇപ്പം അമ്മ ഇപ്പം ചെറുതായിട്ട് ദിയമോളെ ചീത്ത പറഞ്ഞു വിചാരിച്ചോ, അപ്പൊ ഞാൻ ഇങ്ങനെ കാട്ടി കളിയാക്കും. കരയും. പക്ഷെ അതേമാതിരി അവള് തിരിച്ചും കളിയാക്കലുണ്ട് കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് വിഷമൊക്കെ വരും. ദിയമോള് സങ്കടം വരും. പക്ഷെ ദേവുന് അങ്ങനെ സങ്കടം വരാറില്ല. ഇല്ല, ദേവ് സങ്കടം ഉള്ളിൽ ഒതുക്കണം. ഇത് ലോലോ ആണെങ്കിൽ അത് കഠിനമാണ്. അമ്മ ചേച്ചിക്ക് ചീത്ത പറയുമ്പോൾ പറയാ, അമ്മ ചേച്ചിക്ക് ചീത്ത പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആക്കണ്ട കണ്ടെടുക്കാം. ചേച്ചി എന്നെ തിരിച്ചാക്കും വിചാരിച്ചിട്ട് നെക്സ്റ്റ് കമന്റ് മുഹമ്മദ് റാഫി. മുഹമ്മദ് റാഫി 147. ദിയമോളും ദേവും അടി കൂടുന്നത് കാണാൻ നല്ല രസമാണ്. ആണല്ലേ? ഒരു കാര്യം, ഒരു അടിപൊളി കാണിച്ചു കൊടുക്കും. അടിപൊളി രണ്ടാളും. അയ്യോ, അങ്ങനെ സ്പോട്ടിൽ അടികൂടാൻ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റൂല. എന്തായാലും ഒരു കാരണം വേണം. എന്നുവെച്ചാ വലിയ കാരണവും വേണ്ട. ഞാൻ ചിലപ്പോ വെറുതെ ഒന്ന് പോയി നുള്ളിക്കഴിഞ്ഞാൽ അപ്പൊ അതൊരു വലിയൊരു ഇഷ്യൂ ആവും അവിടെ. ഇവരുടെ അടിക്ക് ഒരു കാരണം വേണ്ട. ഒരു കാരണം വേണ്ട. പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും, നിങ്ങളെ വീട്ടില് എല്ലാരും ഇങ്ങനെ രണ്ടുപേരുണ്ടെങ്കിൽ അടികൂടാൻ കാരണമൊന്നും വേണ്ട. നമ്മള് വെറുതെ ഫിലിം തല്ലുകൂടുന്നവരല്ലേ, നല്ലോണം തല്ലുകൂടുന്ന. ഷോർട്ട് ഫിലിമിലുള്ളതിനേക്കാളും കൂടി അടിയാണ് ഇവിടെ നടക്കണെന്നാണ്. പക്ഷേ അടിക്കണേനേക്കാളും കൂടുതൽ ചീത്ത പറയാട്ടോ. ഞാൻ എന്റെ ഒരു ഇങ്ങനെ ഒരു നുള്ളുമതി ല്ലോ കണ്ടോ, എന്ത് കണ്ടിട്ടാണ് വേദനിക്കണത് എനിക്ക് മനസ്സിലായി. ഞാൻ പതുക്കെ നുള്ളണേ. നുള്ളുണ്ടെന്ന് മനസ്സിലായല്ലോ. നുള്ളുണ്ട് മനസ്സിലായില്ലേ? ഞാനോ അവള് പക്ഷെ ഇറക്കും. നമ്മൾ ടാറ്റു കണ്ടിക്കണ മാതിരി ഇറക്കും ഉള്ളിക്ക്. ചോര വരും. എനിക്ക് ചോര വരില്ലേ? ഇല്ല, ഞാൻ ഇങ്ങനെയൊന്നുമില്ല അമ്മേ. മനസ്സിലായില്ലേ എങ്ങനെയാണ് അടി വരുന്നത്? മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയാണ് തുടങ്ങുക. നെക്സ്റ്റ് കമന്റ് അന്ന 1747. ഓക്കെ, അത് ഇവർ തല്ലിപ്പൊളിയാണ്. തല്ലിപ്പൊളി എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലതാണോ ഉദ്ദേശിച്ചത് അതോ മോശമാണോ ഉദ്ദേശിച്ചത്? തല്ലിപ്പൊളി ടീമാണെന്നുള്ളതായിരിക്കുമല്ലോ ഉദ്ദേശിച്ചത്. അടിപൊളി എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. എന്താണ് നിങ്ങൾ വ്യക്തമാക്കണം. തല്ലിപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോശം എന്നുള്ള ഉദ്ദേശമാണോ? ആരാ തല്ലിപ്പൊളി? അപ്പം നെക്സ്റ്റ് കമന്റ് യൂസർ VD3 അതൊന്നും ബുദ്ധിമുട്ട് വായിച്ചോ. അപ്പം നെക്സ്റ്റ് കമന്റ് ഇതാണ്. ദേവു നിന്റെ വെയിറ്റ് എത്രയാ? ദേവുവിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ആളാണ്. ഭയങ്കര വെയിറ്റ് ഇടുന്ന ആളാണ് ദേവു. എന്നെ കണ്ട എത്ര വെയിറ്റ് പറയും. ഗസ് ദ വെയിറ്റ്. ഞങ്ങൾ അടുത്ത ചലഞ്ചിനുള്ള പേര് കിട്ടി ഞങ്ങൾക്ക്. അപ്പം എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 43 ആണ്. രാവിലെ 43 ആണ്. രാവിലെ 43, ഉച്ചയ്ക്ക് അത് 50 ആവും. അമ്മാരി രാവിലെ 43 ആണെങ്കിൽ വൈകുന്നേരം 42 ആയിരിക്കും. രാവിലെ വീണ്ടും 43. കൊക്കപ്പുഴും അതൊക്കെ തിന്ന് നശിപ്പിച്ചിട്ട് വീണ്ടും കാല് വയറായിട്ട് എണീറ്റ് വരും. അപ്പം നെക്സ്റ്റ് കമന്റ് അനന്യ ഓമനക്കുട്ടൻ. ദിയ നിന്റെ വെയിറ്റ് എത്ര? ദിയന്റെയോ? 23.
നോണ, പച്ച നോണ. ഇന്നലെ 20. 19. ഞാൻ ആദ്യം നോക്കിയത് എനിക്കിപ്പോ 23. എന്നോട് പറഞ്ഞേ ഞാൻ എന്റെ വെയിറ്റ് ചോദിച്ച 23 പറയട്ടെ. 23 അല്ല കേട്ടോ. 20 ആണോ? അല്ല 20 അല്ല 90.60 ആണ് ഗൈസ്. കഴിഞ്ഞ അടുത്ത കമന്റ് 19.23 ആയിരിക്കും. അതിൽ അവസാനത്തെ 23 മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കമന്റ് മുഹസ്മോൻ. എന്താ എക്സ്പ്രഷൻ, സോ ക്യൂട്ട്, ദേവു ആൻഡ് ദിയ. ആരാ ഈ ഇരിക്കണത്? ഇൻസ്റ്റ ഐ ഡി എന്താ? ഇൻസ്റ്റ ഐ ഡിന്റെ പേരെന്താ? സ്വന്തമായിട്ട് എക്സ്പ്രഷൻ ക്യൂ എന്ന് പേരിട്ട് ഇൻസ്റ്റാഗ്രാം നടത്തുന്ന ഏക വ്യക്തിയാണ്. പേരാണ് എക്സ്പ്രഷൻ ക്യൂന്. അപ്പം ചെറുപ്പത്തില് എന്റെ ക്ലാസ് ചില ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എക്സ്പ്രഷൻ ക്യൂ എന്ന് പറഞ്ഞ പേരൊന്ന് മാറ്റോന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഞാൻ വിചാരിക്കുന്നു 500K ഫോളോവേഴ്സ് ആവുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ആവുമ്പം മാറ്റാന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇടണ്ടേ? വീഡിയോ ഇട്ടല്ലേ 500 ആവുള്ളൂ. വീഡിയോ ഇടുന്നില്ല. ആഴ്ചയിൽ ഈ ആഴ്ച എനിക്ക് പനിയും ജലദോഷം ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. എന്നാലും ഞാൻ ഡ്രാഫ്റ്റിൽ കിടന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ അതും പനിയുള്ള സമയത്ത് തന്നെ എടുത്തതാണ്. അപ്പൊ അതിട്ടിട്ടുണ്ട്. ജലദോഷം ഉണ്ടാകുമ്പോൾ ദൈവന് എക്സ്പ്രഷൻ കൂടുതൽ ഇടാൻ പേടിയാണ്. കാരണം Adi Vlogs. Hi Devu, my favorite YouTube channel is DD Vlogs Uncut. Thank you so much. അപ്പം നിങ്ങൾ ഞങ്ങളെ ചാനൽ സപ്പോർട്ട് ചെയ്യാം, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളെ ആദി വ്ളോഗ്സും ഇതേമാതിരി ഒരു വലിയ വ്ളോഗായി മാറട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് കമന്റ് ശാലിനി വി. ഇനിയും നിങ്ങൾ ചാലഞ്ച് വീഡിയോസ് ഇടണം. നിങ്ങളുടെ വീഡിയോ കാണാൻ വേണ്ടിയാണ് ഞാൻ യൂട്യൂബിൽ വരുന്നത്. പഴയ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ പുതിയ ഷോർട്ട് ഫിലിം കാണും. പഴയ ഏതെങ്കിലും കാണാത്ത ഉണ്ടെങ്കിൽ അത് കാണും. താങ്ക് യു. യെസ്, അപ്പോൾ ചലഞ്ചസ് ഞങ്ങൾ ഇടാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ചലഞ്ച് ഞങ്ങൾ കുറച്ചുകൂടി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഒരു ചലഞ്ച് വീഡിയോസിൻ്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു കുറച്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്തായാലും വെക്കേഷൻ കഴിയുന്നതോടുകൂടി ചലഞ്ച് വീഡിയോസ് ഞങ്ങൾ ഇട്ട് തുടങ്ങും. അതിൻ്റെ ഇടയിൽ ഇടും. അതെ, ഞങ്ങൾ എല്ലാവരും ഇടുന്ന മോഡലല്ലാത്ത കുറച്ച് ചലഞ്ച് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഒരുവിധം എല്ലാ ചലഞ്ചസും എല്ലാവരും ചെയ്തിട്ടുണ്ട് അല്ലേ? ഒത്തിരി യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ. എന്തായാലും ഞങ്ങൾ ഇടാം. നമ്മുടെ ആൾക്കാർക്ക് നമ്മൾ ചെയ്യണ കാണാൻ ഇഷ്ടമുണ്ടാവുമല്ലോ. അപ്പം എന്തായാലും ഞങ്ങൾ അതിടും. അപ്പം നെക്സ്റ്റ് കമന്റ് ചെയ്തിരിക്കുന്നത് മായ അനീഷ്. ചേച്ചിക്ക് ഒടുക്കത്തെ ജാടയാണ്. ചേച്ചി ഒരു ദിവസം ഞാൻ കണ്ടിട്ട് ഒരു സെൽഫി എടുക്കാൻ പോലും ചേച്ചി സമ്മതിച്ചില്ല. ഞാൻ അങ്ങനെ മായന്റെ ചേച്ചിനെ കുറിച്ച് പറഞ്ഞതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഒരിക്കലും നമ്മൾ ഇത്രയും നാളായിട്ടും നമ്മൾ ഒരാൾ സെൽഫി എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പോലും പകുതിക്കുന്ന വെച്ചൊക്കെ പോയിട്ട് എണീറ്റ് ഞങ്ങൾ സെൽഫി പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ കമന്റ്സ് പേടിച്ചിട്ടാണ്. നോർമലി ഫുഡിന്റെ ഇടയിൽ എണീക്കരുത് എന്നാണ് പറയാ. എന്തിനോ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോ തീരെ വയ്യ, തല പൊന്തിക്കാൻ വയ്യ. അപ്പൊ ഒരു കുട്ടി വന്നിട്ട് സെൽഫി എടുക്കട്ടെ എന്ന് വെച്ചപ്പോ ദേവു അവിടുന്ന് എണീറ്റ് അവിടുന്ന് വരെ സെൽഫി എടുത്തിട്ടുണ്ട്. ഞങ്ങളത് അങ്ങനെ ചെയ്യാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നിങ്ങൾ ഞങ്ങളുടെ അടുത്തോട്ട് വരുന്നത് ആ ഒരു കാണുന്ന എക്സൈറ്റ്മെന്റിൽ സന്തോഷത്തിൽ വരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. സെൽഫി എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ എടുക്കാതെ വിട്ടിട്ടുണ്ടാവില്ല. എന്തെങ്കിലും അതെ, ഞങ്ങൾക്ക് അങ്ങോട്ട് നിങ്ങൾ അറിയില്ലല്ലോ. നിങ്ങൾ വന്ന് നിൽക്കണത് നമ്മളെ പരിചയമുള്ളത് അതോ നമ്മുടെ കൂടെ വേറെ ആൾക്കാർ നിന്ന് സെൽഫി എടുക്കുമ്പോൾ അത് നോക്കി നിൽക്കണാണോ ഒന്നും നമുക്കറിയില്ല. നിങ്ങള് എന്നെ നോക്കുകയാണെങ്കിൽ അപ്പം വീഡിയോ കണ്ടിട്ട് നോക്കുകയാണോ അതോ വെറുതെ നോക്കുകയാണോ? അങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് ചമ്മിയുണ്ട്. ഒന്ന് രണ്ട് പേര് ഇങ്ങനെ നോക്കി നിന്നപ്പോ ഞാൻ ഒരു വട്ടം ഹായ് കൊടുത്തു. അപ്പം അവര് സത്യം പറഞ്ഞ എന്റെ വീഡിയോ കാണലില്ല, കാണാത്ത ആൾക്കാരായിരുന്നു. നമ്മള് നാണം കെട്ടത് കൊണ്ട് പിന്നെ അങ്ങനെ ഇങ്ങോട്ട് നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അത്രേ ഉള്ളൂ. പിന്നെ ഭയങ്കര തിരക്കൊക്കെ ഉള്ള സമയത്ത് ചിലപ്പോൾ കുറെ പേര് വരുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ പേര് ചിലപ്പോൾ നമ്മൾ കാണാതെ പോയി വരും. അത് മനഃപൂർവ്വം. പക്ഷെ ഒരാൾ സെൽഫി എടുത്തോണ്ടിരിക്കുമ്പോ വേറൊരാൾ ഇപ്പൊ വെയിറ്റിംഗ് ആണെങ്കിൽ ഞാൻ ഒരു മിനിറ്റ് എന്ന് ഞാൻ എന്തായാലും പറയും. എന്നിട്ട് അവർ പോയി കഴിഞ്ഞാൽ ഞാൻ അവരെ പിന്നാലെ പോയിട്ട് സെൽഫി വിചാരിക്കും നമ്മൾ വലിയ ടീമാണ് സെൽഫി ഒക്കെ എടുക്കണം അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല. കമന്റ് കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. ആരെയും നമ്മൾ ഇതുവരെ
അങ്ങനെ സെൽഫി എടുക്കാൻ വന്നിട്ട് എടുക്കാതെ പോയിട്ട് ഇനി ദേവ് കാണാത്താണെങ്കിൽ ഞാൻ തന്നെ അവരെ വിളിച്ചാന്ന് നിൽക്കുന്ന പറഞ്ഞ് ഞാൻ തന്നെ ദേവനോട് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് കമന്റ് ഗോവിന്ദ് എസ് കുമാർ. ദിയയുടെ റിയൽ നെയിം? എന്റെ റിയൽ നെയിം ചക്കി. ഋതിക. സീക്കോ. ഋതിക സീക്കോ എന്നാണ് ദിയമോളുടെ റിയൽ നെയിം. ഇനി എന്റെ റിയൽ നെയിം അത് ചോദിച്ചിട്ടില്ല, എന്നാലും ഞാൻ പറയാണ്, മേഘന സീക്കോ. ഇനി പഠിക്കുന്നത് ഏത് സ്റ്റാൻഡേർഡിലാണെന്ന് കൂടെ പറഞ്ഞു. ഞാനിനി 9th-ലോട്ടാണ്. ഞാൻ ഇനി 2-ലോട്ടാണ്. ഞാൻ 1-ലോട്ടാന്ന് വിചാരിച്ചു. നെക്സ്റ്റ് കമന്റ് സനിബ ടി. മേക്കപ്പ് കളക്ഷൻ ആൻഡ് മേക്കപ്പ് വീഡിയോ ചെയ്യാം. ഞങ്ങൾ ഒരുപാട് മേക്കപ്പ് കളക്ഷൻ ചെയ്തിട്ടുണ്ടോ? ലിപ്സ്റ്റിക് കളക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. മേക്ക് ഓവർ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ദേവുന് അങ്ങനെ മേക്കപ്പ് ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല. കാരണന്മാര് ഭയങ്കര സൗന്ദര്യമുണ്ട്, അതുകൊണ്ട് കാണാൻ കോലമുണ്ട്, അതുകൊണ്ട് ബ്യൂട്ടീഷ്യൻ ദേവ് ചെയ്യാറില്ല. അതെ, ലിപ്സ്റ്റിക് ഇടും. ഇപ്പൊ ഞാൻ പൊട്ട് പോലും ഇടലില്ല. എന്തിനാ അതിന്റെ ആവശ്യം? ലിപ്സ്റ്റിക് ക്രീം ഇടില്ല, കണ്ണെഴുതില്ല, ഒന്നുമില്ല. ലിപ്സ്റ്റിക് മാത്രം. ഞങ്ങളിനി ദേവു ദ നാച്ചുറൽ ബ്യൂട്ടി എന്ന് പേരിടാൻ പോവാണ് ഇൻസ്റ്റാഗ്രാമിൽ. ഓക്കെ, ഹുദ അടുത്ത കമന്റ്. ഒരു പാട്ടുണ്ടല്ലോ അത്. ഓക്കെ, അപ്പം കമന്റ് എന്ന് വെച്ചാൽ ദേവു നെയ്മർ ഫാൻ ആണോ? ഞങ്ങൾ രണ്ടുപേരും നെയ്മർ ഫാൻ ആണ് ഗൈസ്. ബ്രസീൽ. പക്ഷെ ദേവുവിന് ഫുട്ബോളിനെ കുറിച്ച് ഒരു ചുക്ക് പറയില്ല. ഫാൻ മാത്രമാണ് ദേവു. എന്ത് പറ അർജന്റീനയാണ്. അമ്മയും ദിയമോളും അർജന്റീന, ഞാനും പപ്പയും ബ്രസീൽ. അർജുമാമനും ബ്രസീൽ. കാലങ്ങൾ കൂടി ഈ വർഷം ജയിച്ച്. അതാകെ 3 സ്റ്റാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കമന്റ് നോക്കാം. ജിൽബി മാത്യു. ഹായ്, വി ആർ ഫ്രം അബുദാബി. നിങ്ങളുടെ എല്ലാ വ്ലോഗും കാണാറുണ്ട്. എൻ്റെ മക്കള് 4 years, ഒരു മോള്, പിന്നെ 8 years വേറെ കുട്ടിയും. അപ്പം ഞാനും ഇരുന്ന് കാണുന്നത് നിങ്ങൾ ഇത് വായിച്ച. ഓക്കെ, അപ്പം ഇവര് അബുദാബിയിലാണ്. ഓക്കെ, പേരുണ്ടോ? മക്കളെ പേരുണ്ടോ? ഇല്ല, മക്കളെ പേരില്ല. ഒന്ന് 4 വയസ്സുള്ള കുട്ടിയും ഒന്ന് 8 വയസ്സുള്ള കുട്ടിയാണ്. ജിൽബി മാത്യു. അബുദാബിയിൽ നിന്നും ജിൽബി മാത്യു ആണ് കത്തയച്ചിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത്? കാണാറുണ്ട്. അപ്പൊ കൂടുതലും നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്. പക്ഷെ മക്കളെ പേര് അറിയാത്തോണ്ട് നമ്മള് ഹായ് മാത്രം പറയും. ഹലോ ഹലോ, സപ്പോർട്ട് ചെയ്യാ നമ്മുടെ യൂട്യൂബ് ചാനൽ. അബുദാബിയിലുള്ള എല്ലാ ഷെയ്ഖുമാർക്കും ഓരോ ലിങ്ക് അയച്ചു കൊടുത്തേക്കും നമ്മളെ ചാനലിന്റെ. അവർക്ക് കണ്ടേ, അവർക്ക് കുറെ അനുഭവിക്കാണ്ട്. നമ്മൾ ഇതിന് മുന്നേ വായിച്ചിരുന്നു ഈ കുട്ടീന്റെ പേര് ചൈത്രാസ്. ദേവുട്ടിക്ക് ഞാൻ മെയിൽ അയച്ചിരുന്നു. ചൈത്ര കണ്ടത് ഒരുപാട് സന്തോഷം. എനിക്ക് ദേവുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ദിയേനെയും നിങ്ങളുടെ ഫാമിലി തന്നെ എൻ്റെ ഫേവററ്റ് ആണ്. ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട്, ഇനിയും കാണും. ലവ് യു ദേവു, നിങ്ങൾ എൻജോയ് ചെയ്യൂ. എനിക്ക് എന്തോ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എന്നെങ്കിലും ദേവുനെ കണ്ടിരിക്കും. കണ്ടാൽ തന്നെ ആ ദിവസം ഒരിക്കലും മറക്കൂല. എവിടെന്നെങ്കിലും വെച്ച് നമ്മൾ കാണും. സ്ഥലം പറഞ്ഞിട്ടില്ല, മെയിൽ അയച്ചിട്ടുണ്ടാന്നാണ് പറഞ്ഞേക്കണത്. ചൈത്ര നമ്മൾ മീറ്റ് ചെയ്യണം. ഇനി മെയിൽ അയക്കണേക്കാളും നിങ്ങൾക്ക് നല്ലത് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും ദേവുവിന്റെ മെയിൽ ഐ ഡിയിലോട്ട്. അപ്പൊ ഇനി റിപ്ലൈ കൊടുക്കാം. നമ്മൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാല് ഞാനാണ് ചൈത്ര എന്ന് കമന്റ് ഇട്ടതെന്ന് പറയണം. ചിലപ്പോ ഓർമ്മ ഉണ്ടാവില്ല, എന്നാലും നമ്മൾ എപ്പോഴെങ്കിലും കാണുന്നതാണ്. അപ്പം നെക്സ്റ്റ് കമന്റ് സീന ഷിഹാബ് ആണ് കമന്റ് ഇട്ടിരിക്കുന്നത്. ഹലോ, അപ്പം ദേവുവിൻ്റെ പപ്പയുടെയും അമ്മയുടെയും ഫാമിലി മെമ്പേഴ്സിനെയും തറവാട് വീടും ഒക്കെ സെപ്പറേറ്റ് ആയി ഇൻട്രൊഡ്യൂസ് ആക്കി ഒരു വീഡിയോ ചെയ്യാമോ? നമ്മളെ എല്ലാ വീഡിയോസിലും ഇഷ്ടംപോലെ ഉണ്ട്. ഈ വീട് കാണിച്ചിട്ടുണ്ട്, ഷോർട്ട് ഫിലിം കാണിച്ചിട്ടുണ്ട്, വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് അവിടെ നിന്ന് തന്നെ ഒരുപാട് വ്ളോഗ് എടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇനി അങ്ങനെ ഒരു ഐഡിയ ഞങ്ങൾക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ പോകുമ്പോൾ നമ്മൾ വീഡിയോ ഇടാറുണ്ട്. അവിടുത്തെ
അതേപോലെ വ്ളോഗിന്റെ ഇടയിലൊക്കെ എല്ലാവരെയും പരിചയപ്പെടുത്താറുണ്ട്. വ്ളോഗ് കാണുന്നവർക്ക് മനസ്സിലാവും നമ്മളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ആരൊക്കെയാണ്, അച്ഛൻ അമ്മമ്മ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു ഐഡിയ വരികയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നതാണ്. അതെ. അപ്പൊ നെക്സ്റ്റ് കമന്റ് നോക്കാം. മുന്നൂസ് ഡേയ്സ് ആണ് കമന്റ് ഇട്ടിരിക്കുന്നത്. കുറെ ഉണ്ട്. അതെ, ഞാൻ നിങ്ങളുടെ വീഡിയോ ഒരുപാട് കാണാറുണ്ട്. ഒരു വീഡിയോ പോലും കാണാതിരുന്നിട്ടില്ല. നിങ്ങളുടെ ഫാമിലി എൻ്റെ ഫാമിലിയെ പോലെയാണ്. യുവർ ഫാമിലി നിങ്ങളെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ വീട് മലപ്പുറമാണ്. നിങ്ങളെ എന്നെങ്കിലും കാണുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങളുടെ ഓരോ വീഡിയോസും കാണുമ്പോഴും ഞാൻ നല്ല എൻജോയ് ചെയ്യും. ഐ ലവ് യുവർ ഫാമിലി. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എന്നും നിങ്ങളുടെ വീഡിയോസ് വരാൻ കാത്തു നിൽക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യാതെ തന്നെ വരും. ഐ ലവ് യു. നിങ്ങൾ എൻ്റെ ഫേവറേറ്റ് ആണ്. താങ്ക് യു സോ മച്ച്. ഞങ്ങള് മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. ഇങ്ങോട്ട് വരാവുന്നുള്ളൂ. പലർക്കും അറിയില്ല ഞങ്ങൾ മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാരാണ് എന്ന്. നമ്മളെ കാണുന്നവർ നിങ്ങൾ ഇവിടെയാണോ, നിങ്ങളുടെ വീട് ഇവിടെയാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലാണ്. നിലമ്പൂർ പൂക്കോട്ടുംപാലത്താണ് താമസിക്കുന്നത്. മലപ്പുറം ഇവിടെ അടുത്ത് തന്നെയാണ്. പത്തനംതിട്ട വരെ ആൾക്കാർ ഇവിടെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ സ്റ്റോറി ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങൾ എവിടെയാണെന്നുള്ളത്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ടേക്ക് എക്സ്പ്രഷൻ 1 എന്ന് പറഞ്ഞിട്ട് ദേവുവിന്റെ ഫേക്ക് ഐഡി കുറെ ഉണ്ട്. ഇത് ഇത്രയുണ്ട് ദേവു നമ്മളെ ഫോളോവേഴ്സ് 528 അങ്ങനെ അത്രയൊക്കെ ഫോളോവേഴ്സ് ഉള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ 528 ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ മറക്കരുത്. ഫേക്ക് ഐ ഡി കുറെ ഉണ്ട്. മാഗ്നാസിക്കോ എന്നുള്ള ഒരു ഐഡിയ ആണ്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് വാട്സാപ്പ് ചാനലുണ്ട് ലൈഫ് ലിവിങ് ഇൻ നേച്ചറിന്. നിങ്ങൾക്ക് വാട്സാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ചാനലൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടും ലൈഫ് ലിവിങ് ഇൻ നേച്ചറിൻ്റെ. അപ്പം അത് ഒന്ന് ഫോളോ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൽ ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇനി ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവർക്ക് ഞങ്ങൾ ഇന്ന സ്ഥലത്താണല്ലോ എന്നുള്ളത് അത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്തിട്ടാൽ മതി. അതിൽ ഞങ്ങൾ അപ്ഡേഷൻസ് ഇടാറുണ്ട്, വീഡിയോസ് കാര്യങ്ങൾ അങ്ങനത്തെ ഫോട്ടോസ്. ഓക്കെ, നെക്സ്റ്റ് കമന്റ് ഇറ്റ്സ് ഡാർക്ക് ഗെയിമർ എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടത്. ദേവു ഇനി മുതൽ ബാംഗ്ലൂരാണോ പഠിക്കുന്നത്? അത് നമ്മളെ അതൊരു വീഡിയോയിൽ എന്തോ പറഞ്ഞിരുന്നു, മറ്റേ പോകുന്ന വഴിക്ക് ഇതാപ്പടെയാണ് ദേവുന് അഡ്മിഷൻ അങ്ങനെ അത് അവർ സീരിയസ് ആയിട്ട് എടുത്തു. ദേവു ബാംഗ്ലൂരല്ല പഠിക്കുന്നത്. കേരളം വിട്ട് പോവാൻ സമ്മതിക്കില്ല. നെക്സ്റ്റ് കമന്റ് മാസ്ക് ഗേൾസ്. ദേവ് കുറച്ച് പട്ടിഷോ ആണ്. സത്യം ഈ പട്ടിഷോ പറയുന്നത് എന്താ സത്യത്തില് പട്ടിയെ കൊണ്ട് കാണിക്കുന്ന ഷോയാണ്. ദേവ് പട്ടി ഷോ ആണെന്നാണ് ഫ്രണ്ട്സ് പറയുന്നത്. എന്താ ദേവ് എന്നെ കുറിച്ച് നമ്മള് പറയണ്ട, നമ്മള് ബാക്കിയുള്ള സബ്സ്ക്രൈബേഴ്സ് ഒന്ന് പറയൂ. ഇതെന്താണ്, നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലെന്ന് നിങ്ങളൊന്ന് പറയും. ഞാന് കുറച്ച് നല്ലോണം സംസാരിച്ചു കഴിഞ്ഞാൽ അത് പട്ടി ഷോ, കുറച്ച് സംസാരിക്കായിരുന്നു കഴിഞ്ഞാൽ ജാള. അത് എവിടത്തെ സംഭവമാണ്? നേരത്തെ ദിയമോളെ ഓവറാണെന്ന് പറഞ്ഞതിന്റെ ഒരു വേറെ സംഭവമാണ്. എന്താ പറയാനുള്ളത് ദിയമോളെ? കുറച്ച് പട്ടിഷോണ്. കുറച്ച് ഓവറാണ്. വീഡിയോ എടുക്കുമ്പോഴാണോ അല്ലാത്തപ്പോഴാണോ? അല്ലാത്തപ്പോ വീഡിയോ എടുക്കാൻ അല്ലാത്തപ്പോഴാണ് ഞാൻ കുറച്ച് ഓവറാണ്. അത് പിന്നെ നമ്മളെ ആക്റ്റീവ് പറയണല്ലോ. ചിലപ്പോ എക്സൈറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം കാണുമ്പോൾ ഭയങ്കര സന്തോഷം എക്സ്പ്രസ് ചെയ്യും. അപ്പൊ അത് കാണുമ്പോൾ ആൾക്കാർക്ക് പട്ടിഷോ ആയിട്ട് ചിലർക്ക് തോന്നും, ചിലർക്കല്ലേ തോന്നുന്നുള്ളൂ, എല്ലാവർക്കും തോന്നില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ മൈൻഡ് ചെയ്യണില്ല. അപ്പൊ മാസ്ക് ഗേളല്ലേ, ഒന്ന് മാസ്ക് മാറ്റി വരും. അതെ, മാസ്ക് മാറ്റി വാ. സജീഷ് EP ആണ് നെക്സ്റ്റ് കമന്റ്. ദിയമോളുടെ ബർത്ത്ഡേക്കും ഇങ്ങനെ വലിയ ഗിഫ്റ്റ് കൊടുക്കണം പ്ലീസ്. ഇത് ദേവുവിൻ്റെ മാത്രം ചാനൽ അല്ല, അവളുടെയും കൂടെയാണ്. നിങ്ങൾ അവൾക്ക് വലിയ വലിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം. ദേവുവിനും വാങ്ങിക്കൊടുക്കുന്നത് പോലെ ഈ മറുപടി നിങ്ങൾ എന്താണ് കേൾക്കാം?
എനിക്ക് സന്തോഷം. മോള് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കമന്റ്സ് ആണത്. എന്താ പറയണേ? അപ്പൊ അടുത്തത് എനിക്ക് വലിയ സർപ്രൈസ് ഒന്നും തരുന്നില്ലല്ലോ. ഇല്ല, അതാണ് വളരെ മോശം കേട്ടോ. എനിക്കല്ലല്ലോ സൈക്കിൾ തന്നെ. ബർത്ത്ഡേക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ബർത്ത്ഡേ അല്ലാതെ തന്നെ ഞങ്ങള് സർപ്രൈസ് കൊടുക്കേണ്ടത് നമുക്ക്. അതെ, ബർത്ത്ഡേ അല്ലാതെ തന്നെ നമുക്ക് സർപ്രൈസ് കൊടുക്കുന്നത്. സ്കൂട്ടി. ഇതിനുള്ള മറുപടി ലോറി. പറയണോ? മറുപടി പറയണോ? അതെ, ദിയമോക്ക് നമുക്ക് പിന്നെ ഞങ്ങൾ കൊടുക്കുന്ന സർപ്രൈസുകൾ എല്ലാം ഇപ്പോൾ ഇവർക്കൊക്കെ ആണെങ്കിലും കൊടുക്കുന്ന ഗിഫ്റ്റും സർപ്രൈസുകളും ഒക്കെ ഒന്നും ഞങ്ങൾ വീഡിയോ എടുക്കാറില്ല കേട്ടോ. അതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് മാത്രമല്ല നിങ്ങൾ കാണുന്നുള്ളൂ. എടുക്കാത്ത നിങ്ങൾ കാണാത്തതുകൊണ്ട് ആയിരിക്കും നിങ്ങൾ അങ്ങനത്തെ കമന്റ്സ് പറയുന്നത്. അപ്പം അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യണില്ല. ദിയമോള് പറഞ്ഞ മാതിരി ദിയമോള് വലിയ ഗിഫ്റ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്കൂട്ടി അങ്ങനത്തെ ഒക്കെ സ്കൂട്ടി ഓടിക്കാൻ പ്രായമാകുമ്പോൾ നമ്മൾ വാങ്ങിക്കൊടുക്കും. ദിയമോളോട് ഇനി എന്ത് ഗിഫ്റ്റ് വേണമെന്ന് വെച്ചാൽ അപ്പോൾ ഒരു ഇറേസർ വേണമെന്ന് പറയുള്ളൂ. അതെ, ഇറേസറും ഒരു മോഡൽ പെൻസിലും വേണമെന്ന് പറയുള്ളൂ. മക്കളെയും വേറെ വേറെ രീതിയിലൊന്നും കണ്ടിട്ടില്ല, എല്ലാം ഒരേ രീതി. ഓരോരുത്തർക്ക് അപ്പം അവർക്ക് ആഗ്രഹം എന്താന്ന് ഞങ്ങൾക്ക് അറിയാലോ, അവരുടെ വർത്താനത്ത് കൂടി. അത് ഞങ്ങൾ വാങ്ങിക്കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് കമന്റ് ശശിയാണോ? ശശി തരൂരാണോ? ശശി തനു. തനു. ഞാൻ പുള്ളിയൊക്കെ നമ്മളെ വീഡിയോ കാണാൻ തുടങ്ങി. ദേവ്, നിന്റെ റീൽസ് ചാനൽ എത്രണ്ണമുണ്ട്? ഞാൻ റീൽസ് ഇൻസ്റ്റഗ്രാം ഒന്നുള്ളൂ. അതേമാതിരി പിന്നെ യൂട്യൂബിലാണ് ചോദിച്ചെങ്കിൽ ഷോർട്സ് ആകെ വരണുള്ളൂ. LLN ഷോർട്സ് എന്നും പറഞ്ഞിട്ട് ഒരു 430 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ മാത്രമേ ഉള്ളൂ ദേവുനും ഞങ്ങൾക്കൊക്കെ ഷോർട്സും റീൽസും ഒക്കെ ഇടാനായിട്ട് യൂട്യൂബിൽ. ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഞങ്ങൾക്ക് 4 പേർക്കും ദേവുന് ഒരെണ്ണുള്ളൂ. ഞങ്ങൾക്ക് എല്ലാം ഒറ്റ ഒന്നുള്ളൂ. ഡെയിലി വ്ളോഗ് ഒന്നുള്ളൂ, ലൈഫ് ലിവിംഗ് നേച്ചർ ഒന്നുള്ളൂ, അതിന്റെ ഷോർട്സും ഒന്നുള്ളൂ. എല്ലാം ഓരോന്നുള്ളൂ, 2 ഇല്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ പിന്നെ എടുത്ത് പറയാൻ കാരണം നമ്മളുടെ ഫേക്ക് ഐഡിന്ന് നമ്മൾ അറിയാത്ത മക്കളുണ്ടാവുമല്ലോ, ദേവുവാണ് മെസ്സേജ് അയക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് ദേവുവിനെ പേരില് ഇതാക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. ഫേക്ക് ഐഡി കുറെ ഉണ്ട്. പിന്നെ യൂട്യൂബിലാണെങ്കിലും ഉണ്ട് കേട്ടോ. യൂട്യൂബിലാണെങ്കിലും കമന്റ്സ് അവർക്ക് ഇടാൻ പറ്റുള്ളൂ, മെസ്സേജ് ഒന്നും അയക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പം ഫേക്ക് ദേവുവിന്റെ പേരും പറഞ്ഞിട്ട് ഒരുപാട് ദേവുവിന്റെ എന്തിന് അർജുന്റെ പേരിൽ വരെ ഫേക്ക് ഐഡി ഉണ്ട്. എന്നിട്ട് അർജുന്റെ പേരിൽ ഏതൊരു ഫേക്ക് ഐഡി ഇപ്പൊ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാരോ. എന്നിട്ട് എല്ലാവരുടെയും കമന്റ്സിന്റെ അടിയിൽ പോയിട്ട് തെറി കമന്റ്സ് ഇടുന്നതാണ് അവരുടെ ഹോബി. അപ്പൊ ഞങ്ങള് അങ്ങനെയൊന്നാണ് തെറിന്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ചെറിയ കുട്ടികൾ ആരോ ആണെന്നാണ്. പിന്നെ ഒരു സംഭവം കണ്ടു, എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചതാണ്. അവര് നമ്മുടെ പേരിൽ ലൈഫ് ലിവിംഗ് ആൻഡ് നാച്ചുർ എന്ന് പറഞ്ഞൊരു പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ലൈഫ് ലിവിംഗ് നാച്ചുർ ആണ് തോന്നുന്നത്. അതിന് 100K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആൻഡില്ല ലൈഫ് ലിവിംഗ് നാച്ചുർ എന്ന് പറഞ്ഞിട്ട് അതിന് നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ അത് ഞങ്ങളതല്ല, ലൈഫ് ലിവിംഗ് ആൻഡ് നാച്ചുർ ആണ് ഞങ്ങൾ. നമ്മുടെ ലൈഫ് ലിവിംഗ് ആൻഡ് നാച്ചുർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 1.8 മില്യൺ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 100K അല്ല. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കിയത് നമ്മുടെ തന്നെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടാണ് അവർ ഇതാക്കുന്നത്. ഞങ്ങൾ പിന്നെ മൈൻഡ് ചെയ്യുന്നില്ല, നമുക്ക് ഉപദ്രവമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഉപദ്രവം വരികയാണെങ്കിൽ ഞങ്ങളത് നേരെ യൂട്യൂബിൻ്റെ അതോറിറ്റീസിന് കംപ്ലൈൻറ്റ് ചെയ്ത് പൂട്ടിക്കും ഞങ്ങൾ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. അതിൻ്റെ ചാനലിൻ്റെ പേരും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞങ്ങളത് റിപ്പോർട്ട് ചെയ്ത് ക്ലോസ് ചെയ്യിപ്പിച്ചോളാം. നമുക്കത് അതിനുള്ള ഇതുണ്ട്. അതെ, ഫേക്ക് ഐഡീസ് കുഴപ്പമൊന്നുമില്ല, അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഞാൻ വേറെ ഏതോ ഒരു കമന്റിൽ കണ്ടു ഒരു കുട്ടി കാർട്ടൂൺ, ആ കാർട്ടൂൺ എന്താ ഇടാത്തേന്ന് വീഡിയോ. അപ്പോൾ LLN കാർട്ടൂണിൻ്റെ വീഡിയോസ് ഞങ്ങളൊരു 4 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഡബിങ്ങും കൂടെ തീരാനുള്ളൂ. എന്തായാലും മെയ് മാസം 1 മുതൽ ആ വീഡിയോ വരും. ഓക്കെ, നെക്സ്റ്റ് കമന്റ് ഐഷു ആണ് കമന്റ് ഇട്ടത്. ദേവ് ഭയങ്കര ഓവർ കൂടിയിട്ടുണ്ട്, മുടി സ്റ്റൈല് ആക്കിയതിന് ശേഷം വേറെ ആളായിരുന്ന വിചാരം. വേറെ ആളായിരുന്നു വിചാരം. അതിപ്പം മിക്ക ഗേൾസും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ മുടി സ്റ്റൈലായി കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ പറഞ്ഞ പട്ടിഷ ആ സമയത്തുണ്ടാവാം, 2 ദിവസത്തിന് അത് കഴിഞ്ഞാൽ മാറിക്കോ. അടുത്ത കമന്റ്
ഫാത്തിമ നൗറി കമന്റ് ഇട്ടതാണ്. ദേവ് ഇങ്ങനെയാണ് ഇത്രയും മെലിഞ്ഞിരിക്കുന്നത്. നേരത്തെ ബാക്കി ഞാൻ നല്ലോണം കഴിക്കും guys. 3 നേരം ചോറാണ് തിന്നാറ്. അതെ, അല്ല ചോറ് കൂടുതൽ ചോറ് തന്നെയാണ്. കൂടുതൽ ചോറ് തന്നെയാണ്. കഞ്ഞി ചോറ്. കഞ്ഞി ചോറ്. ഞാൻ നല്ലോണം ബേക്കറി കഴിക്കും, നല്ലോണം ചോറ് തിന്നും, നല്ലോണം കഞ്ഞി തിന്നും, എല്ലാം ഞാൻ നല്ലോണം കഴിക്കും. അങ്ങനെയല്ല, കഴിക്കും. ആ, ഇത് ചായ കുടിക്കൂല, മധുരം കഴിക്കൂല, പാല് കുടിക്കൂല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും, വിറ്റാമിൻ ഉള്ള സംഭവങ്ങളൊന്നും കഴിക്കില്ല. അപ്പം കമന്റ് കഴിഞ്ഞു. ഫ്രണ്ട്സ്, നല്ല രസകരമായിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു. കമന്റ് തീർന്നു പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ അടുത്തത് പറയാൻ വേണ്ടി ചാടി ഇങ്ങനെ റെഡിയായി, ഞാൻ മൈക്കൊക്കെ ഇങ്ങനെ സെറ്റായി, കമന്റ് കഴിഞ്ഞു പോയി ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങളൊരു 40 കമൻറ്റോളം വായിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ സെലക്ട് ചെയ്ത കുറച്ച് കമൻസ് ആണ്. 2 ദിവസമായിട്ട് ഇരുന്ന് സെലക്ട് ചെയ്ത് ഉണ്ടാക്കിയ കുറച്ച് കമൻസ് ആണ്. ഇതിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയവർ പേടിക്കേണ്ട, അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഞങ്ങൾ ഇത് വിജയകരമായിട്ട് വ്യൂസൊക്കെ കിട്ടിയാൽ ഞങ്ങൾ അതിൻ്റെ അടുത്ത പാട്ടിടും. അതിൽ നിങ്ങളെല്ലാ കമൻസ് ഉൾപ്പെടുത്താൻ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും കൂടെ അതിൽ ആഡ് ചെയ്തോ. കമന്റ് അടിച്ചിട്ട് അതിൻ്റെ അവസാനം കൊണ്ടുപോയിട്ട് അടിയിൽ പേരും കൂടെ ഇട്ടാൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് വായിക്കുമ്പോൾ എളുപ്പമായിരിക്കും. യൂസർ ID ചിലപ്പം സത്യമായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ എടുത്ത് വായിച്ചു. വേണമെങ്കിൽ ഞങ്ങൾക്ക് ആ കമൻസ് ഒക്കെ ഒഴിവാക്കിയായിരുന്നു പട്ടിഷോന്റെ ഒക്കെ. പക്ഷെ ഞങ്ങൾ എല്ലാ മറുപടിയും തന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കമന്റ്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞു. ഞങ്ങൾ എല്ലാ കമന്റ്സും എൻജോയ് ചെയ്തു, നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിരുന്നു. ഇങ്ങനത്തെ കമന്റുകൾ ഇടുക. അതെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.